Hi dear ones, welcome to CSCB Ranker. നമ്മൾ സെക്ഷൻ 65 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ സെക്ഷൻസും പ്ലേലിസ്റ്റ് ആക്കിയിട്ടിട്ടുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക. നമുക്ക് ഈ സെക്ഷൻ 65 1 and 2 അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. ഇന്ന് MCQ മോഡലിലാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, under which section can the registrar initiate an inquiry into a society? Options A, section 60, section 63, section 65 subsection 2 and section 70. Answer, section 65 subsection 2. registrar inquiry order ഇടുന്ന സെക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 65 എല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. എങ്കിൽ പോലും നമ്മളിപ്പോൾ സെക്ഷൻ 65 സബ്സെക്ഷൻ 2 ഈ എൻക്വയറി തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു മേ കണ്ടക്ട് ദ എൻക്വയറി അണ്ടർ സെക്ഷൻ 65 സബ്സെക്ഷൻ 2? ഓപ്ഷൻസ്: ഓൺലി ദി ഡിസ്ട്രിക്ട് കളക്ടർ. ഓപ്ഷൻ ബി, രജിസ്ട്രാർ ഓർ എ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം. C, managing committee. D, audit officer. Answer, option B ആണ്, registrar or a person authorized by him. ആരാണ് സെക്ഷൻ 65 സബ്സെക്ഷൻ 2 പ്രകാരം ഇൻക്വയറിക്ക് ഓർഡർ ഇടുന്നത്? അത് രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്തിരിക്കുന്ന, അധികാര കൈമാറ്റം കിട്ടി ഓതറൈസ് ചെയ്തിരിക്കുന്ന വ്യക്തി ആരാണോ അദ്ദേഹമോ ആണ് എൻക്വയറിക്കുള്ള ഓർഡർ ഇടുന്നത് സെക്ഷൻ 65 സബ്സെക്ഷൻ 2 പ്രകാരം. ക്വസ്റ്റ്യൻ നമ്പർ 3, ഡ്യൂറിങ് ആൻ എൻക്വയറി വാട്ട് ആക്സസ് ഡസ് ദി രജിസ്ട്രാർ ഹാവ്? ഓപ്ഷൻ: ഓൺലി ടു ക്യാഷ് അക്കൗണ്ട്സ്. ബി, ഓൺലി ടു ഡോക്യുമെൻറ്റ്സ്. സി, ഫ്രീ ആക്സസ് ടു ബുക്സ്, അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ്, സെക്യൂരിറ്റീസ്, ക്യാഷ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ്. ഡി, നോ ഡയറക്റ്റ് ആക്സസ്. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. എന്താണ്? അതായത് എൻക്വയറി നടക്കുന്ന സമയത്ത് രജിസ്ട്രാർക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യാനുള്ള അധികാരം ഉണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിലേക്ക് കൈകടത്താനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ്. അത് രജിസ്ട്രാർക്ക് ബുക്സുകൾ, അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ്, ഇപ്പോൾ ലോണൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റീസ്, ക്യാഷ്, അതർ പ്രോപ്പർട്ടീസ് സൊസൈറ്റിക്ക് ഉണ്ടെങ്കിൽ അതങ്ങനെ എന്തിനെക്കുറിച്ച് വേണമെങ്കിലും അന്വേഷണം നടത്താനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, ദ രജിസ്ട്രാർ മേ സമ്മൺ എനി പേഴ്സൺ ഹു ഹാസ്. ഓപ്ഷൻ എ, ഗവൺമെൻറ് ഓതറൈസേഷൻ. ബി, പ്രൊഫഷണലി റിലേറ്റഡ് ഡ്യൂട്ടീസ്. സി, നോളജ് ഓർ പൊസഷൻ ഓഫ് ദ സൊസൈറ്റീസ് അഫയേഴ്സ്. ഡി, പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് മെമ്പേഴ്സ്. ആൻസർ ഓപ്ഷൻ സി ആണ്. എന്താണ്? രജിസ്ട്രാർക്ക് ആരെ വിളിച്ച് വരുത്താനുള്ള അധികാരമാണുള്ളത് എന്നുള്ളതാണ്. അത് സൊസൈറ്റിയുടെ ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ രേഖകളോ എന്തെങ്കിലും കൈവശം വെച്ചിരിക്കുന്നയാളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവുള്ളയാളെയോ വിളിച്ചു വരുത്തണമെങ്കിൽ രജിസ്ട്രാർക്ക് അതിനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ്. Question number 5, the registrar may direct whom to call the general body meeting. Option: treasurer only, president or secretary, all members, government officials. Answer option B ആണ്. അതായത് രജിസ്ട്രാർക്ക് ജനറൽ ബോഡി കൂട്ടണമെങ്കിൽ ആരോടാണ് നിർദ്ദേശം കൊടുക്കാവുന്നത്? അത് പ്രസിഡൻറ്റിനോടോ അല്ലെങ്കിൽ സെക്രട്ടറിയോടോ നിർദ്ദേശിക്കാവുന്നതാണ് ജനറൽ ബോഡി വിളിക്കുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മീറ്റിംഗ് കൺവീൻഡ് അണ്ടർ സെക്ഷൻ 65 സബ്സെക്ഷൻ 2(c)(2) ഷാൽ ഹാവ്. ഓപ്ഷൻ എ, ലിമിറ്റഡ് പവേഴ്സ്. ബി, ഓൺലി അഡ്വൈസറി പവേഴ്സ്. സി, ഓൾ പവേഴ്സ് ഓഫ് എ ജനറൽ ബോഡി മീറ്റിംഗ്. ഓപ്ഷൻ ഡി, ഓൺലി ഫിനാൻഷ്യൽ പവേഴ്സ്. ആൻസർ ഓപ്ഷൻ സി ആണ്. സെക്ഷൻ 65 സബ്സെക്ഷൻ 2(c) സെക്കൻഡ് പോയിന്റിൽ പറയുന്ന മീറ്റിംഗ്,
അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് പറയുന്നത്. അതെന്താണ്? ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ അതേ പവർ, അധികാരമുള്ള മീറ്റിംഗ് തന്നെയായിരിക്കും ഈ സെക്ഷൻ പ്രകാരം വിളിച്ചു കൂട്ടുന്ന ജനറൽ ബോഡി മീറ്റിംഗ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 7. The registrar may examine any person summoned under inquiry on option affidavit, oath, written confirmation, oral statement only. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓത്ത്. അതായത് എൻക്വയറി സമയത്ത് രജിസ്ട്രാർക്ക് ആരെ വേണമെങ്കിലും വിളിച്ചു വരുത്തി എന്തിനുള്ള അധികാരം കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് ഒരാളെ ഇപ്പോൾ എന്തെങ്കിലും ഒരു അന്വേഷണത്തിനായി വിളിച്ച് വരുത്തി കഴിഞ്ഞാൽ അയാളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കാം. അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും അയാൾ എന്തിലെങ്കിലും ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി പ്രതിജ്ഞ എടുപ്പിക്കാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. During an inquiry, the registrar may call option A only committee meeting, only auditor meeting, a general body meeting, a meeting of bankers. Answer option C ആണ്, ജനറൽ ബോഡി മീറ്റിംഗ്. എൻക്വയറി നടക്കുന്ന സമയത്ത് രജിസ്ട്രാർക്ക് എന്ത് മീറ്റിംഗ് വിളിക്കാനുള്ള അധികാരമാണ് ഉള്ളത്? അത് നമ്മൾ ആദ്യം ഒന്ന് പഠിച്ചതാണ്. ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാനായിട്ട് അദ്ദേഹത്തിന് അധികാരമുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് സെക്ഷൻ 65 സബ്സെക്ഷൻ 3 നോക്കാം. When an inquiry is made under this section, the registrar may communicate the result of the inquiry to the financing bank, if any, to the society to which such society is affiliated and to the Circle Cooperative Union. സെക്ഷൻ 65 സബ്സെക്ഷൻ 3 പറയുന്നു, ഒരു എൻക്വയറി നടക്കുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ അത് രജിസ്ട്രാർ ആരേക്ക് അറിയിക്കണം എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ഫിനാൻസിങ് ബാങ്ക് ഉണ്ടെങ്കിൽ അവരെ, അതുപോലെ തന്നെ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സൊസൈറ്റീനെ, പിന്നെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെയും അറിയിക്കേണ്ടതാണ് ഈ എൻക്വയറിയുടെ ഫലം. നെക്സ്റ്റ് സെക്ഷൻ 65 സബ്സെക്ഷൻ 4. When an inquiry made under this section reveals only minor defects which, in the opinion of the registrar, can be remedied by the society, he shall communicate the result of the inquiry to the society and the society, if any, to which that society is affiliated. He shall also direct the society or its officers to take such action within the time specified therein to rectify the defects disclosed in such inquiry. സെക്ഷൻ 65 4 പറയുന്നു, ഒരു എൻക്വയറി നടത്തുമ്പോൾ രജിസ്ട്രാറുടെ അഭിപ്രായത്തിൽ സൊസൈറ്റിയിൽ പരിഹരിക്കാവുന്ന ചെറിയ പിഴവുകൾ മാത്രമേ കണ്ടെത്തുന്നുള്ളൂ എങ്കിൽ രജിസ്ട്രാർ ആ എൻക്വയറിയുടെ ഫലങ്ങൾ സൊസൈറ്റിയിലേക്കും അതുപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റ് സൊസൈറ്റികളിലേക്കും അറിയിക്കും. ഇനിയോ രജിസ്ട്രാർ ആ സൊസൈറ്റിയെയും അതിലെ ഉദ്യോഗസ്ഥരെയും ഈ പിഴവുകളൊക്കെ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കും. ഇനി അതിനൊരു സമയപരിധിയും നിർണ്ണയിക്കും. ഈ തിരുത്തൽ നിർദ്ദേശങ്ങൾ ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ നടപ്പാക്കേണ്ടതാണെന്നുള്ള ആ ഒരു നിർദ്ദേശം കൊടുക്കും. നെക്സ്റ്റ് സെക്ഷൻ 65 സബ്സെക്ഷൻ 5. The inquiry under this section shall be completed within a period of 6 months, which period may at the discretion of the registrar and for reasons to be recorded in writing be extended from time to time, so however that the aggregate period shall not in any way exceed 1 year. Next section 65 subsection 6. If the registrar or completion of the inquiry finds that there is a major defect in the constitution or working or financial condition of the society, he may initiate action in accordance with the provisions of section 32. സെക്ഷൻ 65 ഒരു എൻക്വയറി നടത്തുന്നതിനുള്ള സമയപരിധിയെക്കുറിച്ചാണ് പറയുന്നത്. അത് 6 മാസം വരെയാണ് രജിസ്ട്രാർ അനുവദിച്ച് സാധാരണയായി കൊടുക്കുന്നത്.
അതിൻ്റെ കാര്യകാരണങ്ങൾ എഴുതി കൊടുത്തുകൊണ്ട് രജിസ്ട്രാർ വേണമെങ്കിൽ 1 ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 6 മാസത്തേക്ക് എൻക്വയറിക്ക് ഓർഡർ കംപ്ലീറ്റ് ചെയ്താനുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ടും കംപ്ലീറ്റ് ആയില്ല എങ്കിൽ വേണമെങ്കിൽ 1 മാസത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും, അതിൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട്. അങ്ങനെ വീണ്ടും കംപ്ലീറ്റ് ആവാൻ ടൈം എടുക്കുന്നു എന്ന് തോന്നിയാൽ വീണ്ടും 1 മാസം കൂടി, അങ്ങനെ മാക്സിമം 1 വർഷം വരെ വേണമെങ്കിൽ രജിസ്ട്രാർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരമുണ്ട്. സെക്ഷൻ 65(6) പറയുന്നത് ഈ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം സൊസൈറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സാമ്പത്തിക നിലയിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ എന്തെങ്കിലും മേജറായിട്ടുള്ള ഡിഫക്റ്റുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ സെക്ഷൻ 32 പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാമെന്നാണ് ഈ സെക്ഷൻ 65(6) പറയുന്നത്. അപ്പോൾ സെക്ഷൻ 32 എല്ലാവരും ഒന്നുകൂടി റിവിഷൻ ചെയ്ത് നോക്കുക. ഞാനത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ പറയുമ്പോൾ പറയാം. അപ്പോൾ അത് ഒരു റിവിഷൻ ആയിക്കോട്ടെ സെക്ഷൻ 32. ഓക്കെ, ഇനി ബുള്ളറ്റ് പോയിൻറ്റ്സ് നോക്കാം. സെക്ഷൻ 65 സബ്സെക്ഷൻ 3. When an inquiry is conducted under this section, registrar may share the result with the financing bank, if any, the affiliated society, the circle cooperative union. Section 65 subsection 4. If inquiry finds only minor defects, registrar must inform the concerned society and the affiliated society, if any. Registrar must also direct the society or officers to fix defects, then specify the time limit for corrective action. Section 65 subsection 5. Inquiry must be completed within 6 months. Registrar may extend it with written reasons. Total period must not exceed 1 year. Section 65 subsection 6. If major defects are found in constitution, working, financial condition, registrar may take action under section 32. ഇനി കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് നോക്കാം. ദ ലേറ്റസ്റ്റ് ഫോംഡ് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള. ആൻസർ കാസർഗോഡ്. നെക്സ്റ്റ്, മീനിങ് ഓഫ് ഗെയിൻസേ. ആൻസർ ക്വസ്റ്റ്യൻ ഓർ ചലഞ്ച്. എതിർത്ത് പറയുക, ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ് ആൻസർ. നൗ your turn to answer. Question number 1. Total number of rivers in Kerala is. Next, young one of deer. Next, 11:121 110. Next, 15:225 210. നെക്സ്റ്റ്, ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സീരീസിൽ വരുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. എൻ്റെ കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരു അഫ്സൽ എന്നോട് PDF നോട്ട് ചോദിച്ചിരുന്നു. പക്ഷേ ഞാനത് നോട്ട് ആ സെക്ഷൻസ്, അതായത് നമ്മുടെ KCS ആക്ട് മാത്രമേ ഞാൻ PDF ആക്കി വെച്ചിട്ടുള്ളൂ. അതിന് നോട്ട്, ഷോർട്ട് പോയിൻറ്റ്സോ ബാക്കിയുള്ളതോ ഒന്നും ഞാനത് പ്രിപ്പയർ ചെയ്ത് എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിട്ടില്ല. പക്ഷേ ഞാനത് മനസ്സിലുണ്ട്, അതൊന്ന് പ്രിപ്പയർ ചെയ്ത്. പക്ഷേ കുറച്ച് സമയം എടുക്കും എനിക്ക്. എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി വർക്കിംഗ് ആണ്. അപ്പോൾ കിട്ടുന്ന സമയം കൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചെയ്ത് വിടുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി സമയം എടുക്കും, ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.